മലയാള വർഷത്തിൻ്റെ അവസാനമായ കർക്കിടകം വളരെ ശ്രദ്ധയോടെയും വൃത്തിയോടെയും ശുദ്ധിയോടെയും കാത്തു സൂക്ഷിക്കണമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് നാട് പെരുമഴയിൽ കുളിച്ച് നാട്ടുകാരുടെ തൊഴിൽ മുടങ്ങിപ്പോയ കർക്കിടക മാസത്തെ ഒരു പഞ്ഞമാസമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. കർക്കിടകത്തിൽ എല്ലാ ദിവസവും രാമായണം വായിക്കുന്നതിനാൽ രാമായണ മാസമെന്നും പറയുന്നു. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ളവരുടെ കഥയിലൂടെ മഹത്തരമായിട്ടുള്ള ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മലയാളികൾക്ക് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് കൂടുതൽ പരിചിതമെങ്കിലും വാൽമീകി രാമായണത്തിലെ രാമൻ അവതാര പുരുഷൻ എന്നതിലുപരി ഇതിഹാസ പുരുഷനുമാണ്. ഈശ്വര തുല്യമായ സ്തുതികൾ ഇതിൽ കുറവുമാണ്. അധ്യാത്മരാമായണം വിഷ്ണു അവതാരമായ രാമന്റെ കഥയാണ്. കർക്കിടകം 1 മുതൽ രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിച്ച് രാമായണം തൊട്ടു വന്നിച്ച് വായന തുടങ്ങുകയായി. കർക്കിടകം അവസാനിക്കുമ്പോൾ രാമായണം മുഴുവൻ വായിച്ച് തീരുകയും വേണം. രാമായണം പാരായണം ചെയ്യുന്നത് കോടി ജന്മങ്ങളുടെ പുണ്യം സമ്മാനിക്കുമെന്നാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഹനിച്ച് സംശുദ്ധതയുടെ തീർത്ഥം തള്ളിക്കലാണ് രാമായണ പാരായണത്തിലൂടെ നമുക്ക് കൈവരുന്നത്. കർക്കിടകത്തിലല്ലാതെ രാമായണ പാരായണം ചെയ്യാമോ എന്ന് ചിലർക്കൊക്കെ ഇപ്പോഴും സംശയം കാണും. എന്നാൽ എല്ലാ ദിവസവും രാമായണ പാരായണമാകാം. നിത്യേനെ കുറച്ച് വരികളെങ്കിലും പാരായണം ചെയ്യണം എന്ന് മാത്രം. രാമായണ മാസാചരണം കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരുമെന്നാണ് വിശ്വാസം. ഈ മാസം വിശ്വാസികളായ ഹൈന്ദവരുടെ കുടുംബങ്ങളിൽ അവിടുത്തെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ നിലവിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് രാമായണ പാരായണം ചെയ്യും. അത്യന്തം ദുഃഖം നിറഞ്ഞതാണ് രാമകഥ. അതായത് രാമായണം വായിക്കുമ്പോൾ അതിലെ ആ ശോകഭാവം നമ്മൾ ഉൾക്കൊള്ളുന്നുവെന്നാണ് അതിനർത്ഥം. അവതാര പുരുഷനായ ശ്രീരാമന് പോലും ഒട്ടേറെ വേദനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ഈ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. ഈ ചിന്ത വിശ്വാസികൾക്ക് കഠിനതകൾ മറികടക്കുവാൻ അത്യന്തം ആത്മബലം നൽകുന്നതാണ്. മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കി വിജ്ഞാനമാകുന്ന ആ പ്രകാശം പരത്തുന്നതിന് അതിനുവേണ്ടിയാണ് രാമായണ പാരായണവും രാമായണ ശ്രവണവും കർക്കിടകത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഓരോ ദിവസത്തെയും വായിക്കുന്ന ഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയില്ല. എന്നാൽ യുദ്ധം, കലഹം, വൃദ്ധ, മരണം എന്നിവ അതെല്ലാം പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ നിത്യേന പാരായണം അവസാനിപ്പിക്കാതിരിക്കുന്നതാണ് ഉത്തമം. വലതുഭാഗത്ത് ശുഭസൂചന നൽകുന്ന 2 വരികൾ അത് വായിച്ച് നിർത്തുകയുമാകാം. കർക്കിടക മാസം 1-ാം തീയതി വായന ആരംഭിച്ചാൽ മാസ അവസാനം വരെ അത് വായിക്കണം. ഒരാൾ തന്നെ അത് വായിക്കണമെന്നില്ല. സൗകര്യാർത്ഥം അത് മുടങ്ങാതെ വായിക്കണമെന്നേയുള്ളൂ. ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിലോ 1 ദിവസമായോ 3 ദിവസമായോ 7 ദിവസമായിട്ടോ പാരായണം ചെയ്ത് വായിച്ചു തീർക്കാറുണ്ട്. പ്രഭാതത്തിൽ തന്നെ ഗണപതിയെ വന്ദിച്ചതിന് ശേഷം രാമായണത്തിൽ തൊഴുത് ഭക്തിയോടുകൂടി തന്നെ അങ്ങനെ വേണം രാമായണ പാരായണം ആരംഭിക്കുവാനും. രാവിലെയാണെങ്കിൽ കിഴക്കു ഭാഗത്തേക്കോ വൈകുന്നേരങ്ങളിലാണെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്കോ അതല്ല എങ്കിൽ വടക്കോട്ടോ അല്ലാതെയുള്ള സമയത്താണെങ്കിൽ വടക്ക് ഭാഗത്ത് ചമ്മറം പടിഞ്ഞിരുന്ന നിലത്തിരുന്ന് വേണം പാരായണം ചെയ്യുവാൻ. ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വ രാമായണമാണ് പാരായണം ചെയ്യുന്നത്. ഓരോ ദിവസവും വായന ഗണപതി വന്ദനത്തോടൊപ്പം ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന ആ 14 വരികൾ ചൊല്ലണം. യുദ്ധകാണ്ഡത്തിലെ അവസാന ഭാഗമായിട്ടുള്ള രാമായണ മാഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കുവാനും.
രാമശബ്ദം പരബ്രഹ്മത്തിൻ്റെ പര്യായവും രാമനാമം ജപിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കർക്കിടകം 1 മുതൽ എല്ലാ ദിവസവും രാമായണ പാരായണം തുടർന്ന മാസ അവസാനം ശ്രീരാമ പട്ടാഭിഷേകം വരെ രാമായണം വായിച്ച് പുഷ്പങ്ങൾ വിളക്കിന് മുന്നിൽ അർപ്പിച്ച് രാമായണ പാരായണം പൂർത്തിയാക്കേണ്ടതുമാണ്.